ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടി ഒരു കോഴി വാങ്ങിച്ചിട്ടുണ്ട്. അതിനെ ചട്ടിയിൽ വെച്ച് ഉപ്പ് പൊതിഞ്ഞ് ചുട്ടെടുക്കുകയാണ് പോണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യണത്. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തായിരുന്നു. കോഴി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കിയാണ് കൊണ്ടുവന്നത്. പിന്നെ പിച്ചാത്തിക്ക് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് പോന്തി കൊടുത്തായിരുന്നു, മസാലയും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കി എടുത്തു. കുറച്ച് മല്ലിയിലയും കൂടെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും എടുത്തായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടികല്ലിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തായിരുന്നു. പിന്നെ ഇടിച്ചെടുത്ത ആ മസാലക്കൂട്ട് കോഴിയുടെ പുറത്ത് നല്ല രീതിക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വിരവി എല്ലാ ഭാഗത്തും മസാല പറ്റിച്ചെടുത്തായിരുന്നു. പിന്നെ ഒരു നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ നീരും കൂടെ ഒന്ന് വിത്തി കൊടുത്തായിരുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം വാഴയില പൊതിഞ്ഞ് അതിൻ്റെ മീതെ കൂടെ ഫോയിൽ പേപ്പർ ഇട്ട് ചുറ്റി നല്ലൊരു ബോൾ രൂപത്തിലാക്കി എടുത്തു. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചായിരുന്നു മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കഴിഞ്ഞ് മാറ്റി വെച്ച ചിക്കൻ എടുത്ത് ഉപ്പെല്ലാം കൂടെ പൊട്ടിച്ച് ആ ചട്ടിയിലോട്ടൊന്ന് തട്ടിക്കൊടുത്തായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊത്തിയെടുത്തു. അപ്പോഴത്തേക്കും അവിടെ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അച്ചു പോയിട്ട് കുട എടുത്തുകൊണ്ട് വന്നായിരുന്നു. പിന്നെ കുട കൊണ്ടുവന്നതിന് ശേഷം കുട പിടിച്ചിട്ടാണ് നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചത്. ചട്ടിയുടെ മണ്ടയിലോട്ടും കുറച്ച് വിറവൊക്കെ എടുത്തിട്ട് കൊടുത്തു. കാട്ടിൽ കിടന്ന ചുള്ളിയൊക്കെ ഒടിച്ചാണ് ചട്ടിയുടെ മണ്ടയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. കുറേ നനഞ്ഞായിരുന്നു നമ്മൾ. പക്ഷെ അടുപ്പിൽ വെള്ളമൊന്നും വീണില്ല. ഒരു മരത്തിൻ്റെ മൂട്ടിലായിരുന്നു നമ്മൾ അടുപ്പ്. മഴ നന്നായിട്ട് കുറച്ച് തുടങ്ങിയപ്പോൾ ചിക്കൻ വെന്തായിരുന്നു. അങ്ങനെ അതും എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ സ്പൂണൊക്കെ എടുത്ത് കട്ട പിടിച്ചിരുന്ന ഉപ്പൊക്കെ ഒന്ന് അതിൽ നിന്ന് ഇളക്കി മാറ്റി. അപ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ ആ ബോളിങ് നമ്മൾ വെളിയിലെടുത്തു ചിക്കൻ്റെ. എന്നിട്ട് അത് പിരുത്തെടുത്തായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് നല്ല വെന്ത് നല്ല സെറ്റായിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മളത് കഴിക്കാൻ തുടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കണേ.